കോഴിക്കോട്ടെ കുറ്റിച്ചിറയിലാണ് നമ്മളിപ്പോൾ. നിരവധി പുരാതന തറവാട് വീടുകളുള്ള ഇവിടുത്തെ ഒരു തറവാട് വീട് സന്ദർശിക്കണം. ഇത് ഇവിടുത്തെ പ്രശസ്തമായ പള്ളി വീടാണ്. പള്ളി വീടും ഒരു പുരാതന തറവാട് വീടാണ്. കോയ വീട് അല്ലെങ്കിൽ സുൽത്താൻ വീട് എന്നൊക്കെ അറിയപ്പെടുന്ന വീടുകളിലൊന്ന്. കയറി ചെല്ലുമ്പോൾ ഈ വീട്ടുമുറ്റത്ത് കാത്തു നിൽക്കുന്നത് ഈ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ്. ഞാൻ വീടിൻ്റെ ഉമ്മറത്തേക്ക് കയറി ചെന്നു. വാതിലുകൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. കാരണം ഇവിടെ നാളുകളായി ആൾതാമസമില്ല. വലിയൊരു കുടുംബമായിരുന്ന ഇതിലെ അംഗങ്ങളൊക്കെ പല വഴിക്ക് ഇപ്പോൾ പിരിഞ്ഞു പോയിരിക്കുന്നു. അവരൊക്കെ പലയിടത്ത് വീടുകൾ വെച്ച് ഇപ്പോൾ കോഴിക്കോട്ടിൻ്റെ കുറ്റിച്ചിറ ഭാഗത്ത് തന്നെ താമസിക്കുന്നുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ അറബി ലിഖിതത്തിൽ ഒരു ബോർഡുണ്ട്. നിങ്ങളുടെ വീടല്ലാത്തൊരു വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ആളുകളോട് സലാം ചെല്ലി അകത്ത് കയറണം. ഈ പള്ളി വീട്ടിലെ ഒരു അംഗം തന്നെയായ അഹമ്മദ് കോയയാണ് അതിൻ്റെ അർത്ഥം എനിക്ക് വിവരിച്ചു തന്നത്. വീടിൻ്റെ പൂമുഖത്ത് തന്നെ വലിയ 2-3 ജനലുകളുണ്ട്. ഈ ജനലുകൾ ഇരിപ്പിടങ്ങ കൂടിയാണ്. അകത്തുള്ള ഭാഗം കൊട്ടിലെന്നാണ് അറിയപ്പെടുന്നത്. വിവാഹത്തിൻ്റെ സമയത്ത് വരൻ വന്നിരിക്കുന്നത് അവിടെയാണ്. ഈ ജാലകത്തിൻ്റെ വാതിൽ ഒരു ഇരിപ്പിടം കൂടിയായിട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അഹമ്മദ് കോയ വിവരിച്ചു തരികയാണ്. അത് നിവർത്തിട്ട് കഴിയുമ്പോൾ ഒരു ഇരിപ്പിടമായി മാറുന്നു. ഈ കുടുംബത്തിലെ മറ്റൊരംഗമായ PV ഹസൻ കോയയാണ് അകത്തേക്കുള്ള വാതിൽ തുറന്നു തരുന്നത്. തടി ധാരാളിത്തത്തോടെ ഉപയോഗിച്ചാണ് മച്ചും വാതിലും കട്ടളപ്പടികളും ചുവരിൻ്റെ പല ഭാഗങ്ങളും തറയും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത്. നിലത്ത് ബോംബെ സ്റ്റോൺ എന്നറിയപ്പെടുന്ന കല്ല് വിരിച്ചിരിക്കുന്നു. ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നതുകൊണ്ടാവാം ആ പേര് വന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കോഴിക്കോട്ടേക്ക് എത്തിയ അറേബ്യൻ രാജ്യങ്ങളിലെ ധനികരായ കച്ചവടക്കാരുടെ ആവാസ കേന്ദ്രമായിരുന്നു അക്കാലത്ത് കുറ്റിച്ചിറ. അവിടെ പാണ്ഡികശാലകളും പള്ളികളും പണിയാനും തദ്ദേശീയരെ വിവാഹം കഴിച്ച് വീട് വയ്ക്കാനും ഒക്കെ സാമൂതിരി വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തവർക്ക്. സമ്പന്നരായ അത്തരം അറബികളും അവരുടെ സഹായികളായി വന്ന സാധാരണക്കാരായ അറബികളും ഒക്കെ കുറ്റിച്ചിറയിലെ സ്ത്രീകളെ വിവാഹം ചെയ്ത് ഇവിടെ കുടുംബമായിട്ട് ജീവിച്ചു. അവരുടെ ബന്ധുക്കൾക്കും കച്ചവട പങ്കാളികൾക്കും താമസിക്കാനാണ് കുറ്റിച്ചിറയിലെ തറവാട് വീടുകൾ നിർമ്മിക്കപ്പെട്ടത്. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന ഭാഗം അകത്തളം എന്നാണ് അറിയപ്പെടുന്നത്. ഈ അകത്തളം സ്ത്രീകളുടെ ഒരു വിഹാര കേന്ദ്രമായിരുന്നു. അന്യപുരുഷന്മാർക്ക് ഇവിടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. പൂമുഖത്തും കൊട്ടിലും ഒക്കെയായി പുരുഷന്മാർ സൊറ പറഞ്ഞിരിക്കുമ്പോൾ ഈ അകത്തളമായിരുന്നു സ്ത്രീകളുടെ പ്രദേശം. അകത്തളത്ത് നിന്ന് മുകളിലേക്ക് ഗോവണിപ്പടികളുണ്ട്. ഗോവണി കയറി നമുക്ക് മുകളിലേക്ക് പോകാം. കാലപ്പഴക്കത്തിൻ്റെ കേടുകൾ ഗോവണിയിലും മരത്തിലും ഒക്കെ കാണാം. പക്ഷേ ഇപ്പോഴും അത് വലിയ കേടുപാടുകളില്ലാതെ നിൽക്കുന്നുണ്ട്. മുകളിലത്തെ നിലയിലേക്ക് കയറി ചെല്ലുമ്പോൾ നിരവധി മുറികളാണ്. അറകൾ എന്നാണ് ഇതറിയപ്പെടുന്നത്. 15 മുതൽ 30 വരെ അറകളെന്നറിയപ്പെടുന്ന മുറികളുള്ള വീടുകളാണ് ഓരോ തറവാട് വീടും. 50 അറകൾ വരെയുള്ള തറവാട് വീടുകളും കുറ്റിച്ചിറയിലുണ്ടായിരുന്നു. പെൺകുട്ടികൾ വിവാഹപ്രായമാകുമ്പോൾ പൊരുത്തമുള്ള തറവാടുകളിലെ കാരണവന്മാർ തമ്മിൽ ആലോചന നടത്തി വിവാഹം നടത്തും. പെൺകുട്ടിയുടെ തറവാട്ടിലാണ് പിന്നീട് പുയ്യാപ്പിളയുടെ താമസം. മാറ്റക്കല്യാണവും ഇവിടുത്തെ ഒരു പതിവായിരുന്നു. തറവാട് വീടുകളിലെ അറകളിൽ വിവാഹിതരായ പെൺകുട്ടികളും അവരുടെ പുയ്യാപ്പിളമാരും മാത്രമാണ് താമസം. പ്രായമായ പുരുഷന്മാരും ആൺമക്കളും ഒക്കെ വീടിന് പുറത്തെ വരാന്തകളിലും തിണ്ണകളിലും ഒക്കെയാണ് രാത്രി ഉറങ്ങുക. 150ഓളം അംഗങ്ങളുള്ള തറവാട് വീടുകളുണ്ടായിരുന്നു ഇവിടെ. ധനികരായ പല കച്ചവടക്കാർക്കും പാണ്ഡികശാല എന്നറിയപ്പെടുന്ന കച്ചവട കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു. ആഹാരത്തിനാവശ്യമായ അരിയും പലവ്യഞ്ജനങ്ങളും തറവാട്ടുകാരനവർ പാണ്ഡികശാലകളിൽ നിന്നും തറവാട്ടിലെത്തിക്കും. തറവാട്ടിലെ മൂത്തയാളാണ് തറവാട്ടുകാരനവർ. തൊട്ടടുത്ത് തന്നെയുള്ള കാതിയറകം തറവാട്ടിലേക്കാണ് പിന്നീട് പോയത്. അതും പുരാതനമായ ഒരു വീട്, ഒരു തറവാട് വീട്. പുതിയ കാതിയറകം എന്നാണ് ഈ വീടിൻ്റെ പേര്. കുറ്റിച്ചിറയിൽ ഒരു കാലത്ത് 600ഓളം ഇത്തരം തറവാട് വീടുകളുണ്ടായിരുന്നു. അതിപ്പോൾ 30-40 എണ്ണമായിട്ട് ചുരുങ്ങി. ഒരുപാട് അവകാശികളുള്ളതിനാൽ തറവാടിൻ്റെ മൊത്ത സംരക്ഷണത്തിൽ ആരും അത്ര ശ്രദ്ധ പതിപ്പിക്കാത്തതും പുനരുദ്ധാരണം നടക്കാത്തതും പുതുതലമുറയുടെ ഗൾഫ് കുടിയേറ്റം ഒക്കെയാണ് തറവാട് വീടുകൾ അന്യം നിന്ന് പോകാൻ കാരണമായത്.
കയറി ചെല്ലുമ്പോഴേ തറവാടിൻ്റെ കാരണവരായ ഉസ്മാൻ കോയ എഴുന്നേറ്റ് വന്നു. 93 വയസ്സായി അദ്ദേഹത്തിന്. പണ്ട് SK പൊറ്റക്കാടിനെ ഇദ്ദേഹം എന്നെ കാണാൻ കുറച്ചു കാലമായി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. SK പൊറ്റക്കാടിൻ്റെ വലിയൊരു ആരാധകനായിരുന്ന ഉസ്മാൻ കോയ പിന്നീട് ഇപ്പോൾ സഞ്ചാരത്തിൻ്റെ ഒരു ആരാധകനാണെന്നാണ് എന്നോട് പറഞ്ഞത്. അകത്ത് ആളുകളുണ്ട്. ആൾതാമസമുള്ള ഒരു തറവാട് വീടാണ് ഇന്ന് കാതിയറകം തറവാട്. മിക്കവാറും എല്ലാ തറവാട് വീടുകളുടെയും രൂപകൽപ്പന ഏതാണ്ട് ഒരേ രീതിയിലായിരുന്നു. ഞാൻ ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നു. ആൾതാമസമുള്ളതിൻ്റെ തിളക്കം എവിടെയും കാണാം. ഒരു തറവാട്ട് വീട്ടിൽ 10ൽ കൂടുതൽ അടുപ്പുകളുള്ള വിശാലമായ ഒരു അടുക്കള ഉണ്ടായിരിക്കും. എല്ലാ വീട്ടിലും പ്രസവമുറികളും ഉണ്ടാവും. പ്രായപൂർത്തിയായ ചെറുപ്പക്കാർക്കും പുറത്തു നിന്നുള്ള പുതിയാപ്പിളമാർക്കും ഈ ഭാഗത്തേക്ക് പ്രവേശനം അനുവദിക്കില്ല. ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്നതിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാവർക്കുമുള്ള പ്രധാന ആഹാരം ഒരുമിച്ച് പാകം ചെയ്യും. സ്പെഷ്യൽ വിഭവങ്ങളും മറ്റും ഓരോ കുടുംബാംഗങ്ങളും തയ്യാറാക്കി എല്ലാവർക്കുമായിട്ട് വിളമ്പുകയും ചെയ്യും. അതാണ് മിക്ക തറവാടുകളുടെയും ഒരു പതിവ്. ഗൾഫ് കുടിയേറ്റം തുടങ്ങിയതോടെ സമ്പന്നരായ ഒരു വിഭാഗം തറവാട് വീടുകൾ ഉപേക്ഷിച്ച് സ്വന്തം വീടുകൾ ഉണ്ടാക്കി മാറി താമസിച്ചു തുടങ്ങി. കോഴിക്കോടിൻ്റെ സംഗീതാസ്വാദന പാരമ്പര്യത്തിന് വലിയ പങ്ക് വഹിച്ചത് തറവാട് വീടുകളാണ്. വീടിനകമൊക്കെ കണ്ട ശേഷം ഉസ്മാൻ കോയ ഉപ്പുപ്പായുടെ അടുത്തേക്ക് ഞാൻ ചെന്നു കുറച്ച് വിശേഷങ്ങൾ പറയാൻ. മൂസക്കോയ എന്ന ഒരാളുണ്ട്. കെ മൂസക്കോയ എന്നൊരാളാണത്ര ഈ വീട് പണിതത്. നമ്മളെ ഭാര്യൻ്റെ ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ അമ്മയുടെ ബാപ്പയാണ് അദ്ദേഹം. യമനിൽ നിന്നുള്ളതാണ് എല്ലാ ബറാമി പി കൊണ്ട് തുടങ്ങുന്നതൊക്കെ. ഇദ്ദേഹം മുഹമ്മദ് ബറാമി, ഈ വീട്ടിലെ മറ്റൊരംഗം. ഇങ്ങനെയുള്ള എല്ലാ ബാഫയ്ക്ക് ഷെയ്ഖ് അലി ബറാമി എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ ആദ്യമായിട്ട് വന്ന ബറാമി. 1855 അദ്ദേഹം 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. ആദ്യം കല്യാണം കഴിച്ചു കൊയിലാണ്ടിയിലാണ്. ഇത് PV ഹസൻ കോയ പള്ളി വീട്. കൊയിലാണ്ടിയിൽ രണ്ടാമത് കോഴിക്കോട് കുറ്റിച്ചിറയിൽ. കുറ്റിച്ചിറയിലുള്ള താഴെയുള്ളതാണ് ഞാൻ നമ്മുടെ പള്ളി കണ്ടില്ല പള്ളി വീട് പോയ വീട് അതിൽപ്പെട്ടതാണ്. കാതിയറകം തറവാട്ടിൽ നിന്നിറങ്ങി ഇനി കോഴിക്കോടിൻ്റെ മറ്റു കാഴ്ചകളിലേക്ക് സഞ്ചാരം തുടരണം. നമ്മളിപ്പോൾ ബീച്ച് ഏരിയയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഈ ബീച്ചിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് കോഴിക്കോടിൻ്റെ പുരാതനമായൊരു കാലഘട്ടമാണ്. അറബികളും തുർക്കികളും ഈജിപ്തുകാരും ചൈനക്കാരും തുടങ്ങി നിരവധി വിദേശികൾ ഇവിടെ വ്യാപാരം നടത്താനായി കപ്പലുകൾ അടുപ്പിച്ചിട്ടിരുന്ന തീരമാണിത്. പ്രാചീന കാലത്തും മധ്യകാലഘട്ടത്തിലുമൊക്കെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ നഗരം എന്നാണ് കോഴിക്കോട് ലോകമെമ്പാടും അറിയപ്പെട്ടിരുന്നത്. നേരെ ഉച്ചയായിരിക്കുന്നു. ഉച്ചഭക്ഷണം എന്തു വേണമെന്ന് ഞാനും P മുസ്തഫയും കൂടെ ഡിസ്കസ് ചെയ്തപ്പോൾ കോഴിക്കോട് വന്നിട്ട് ബിരിയാണി തന്നെ കഴിക്കണമെന്ന് തീരുമാനത്തിലെത്തി. അങ്ങനെയാണ് പുതിയറയിലുള്ള റഹ്മത്ത് റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയത്. റഹ്മത്തും പാരഗൺ റെസ്റ്റോറൻറ്റും ഒക്കെ കോഴിക്കോടിൻ്റെ രുചിപ്പെരുമയുടെ പ്രചാരകരാണല്ലോ. ഞങ്ങൾ തിരക്ക് ഏറ്റവും കുറഞ്ഞ 3-ാം നിലയിലെ AC റെസ്റ്റോറൻറ്റിലേക്ക് കയറി ചെന്നു. അവിടെയും തിരക്കൊട്ടും കുറവില്ല. റഹ്മത്തിൻ്റെ ഉടമ സുഹൈലും ഞങ്ങളെ സൽക്കരിക്കാനെത്തി. കൂടെ ഹാരിസും ഫൈജുവും ഉണ്ട്. മട്ടൺ ബിരിയാണിയും ഫിഷ് ബിരിയാണിയും ഞങ്ങൾ ഓർഡർ ചെയ്തു. ഇത് ഫിഷ് ബിരിയാണിയാണ്. ഫിഷ് ബിരിയാണി എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് വന്നത്. എനിക്ക് ആവശ്യം മട്ടൺ ബിരിയാണിയായിരുന്നു. മട്ടൺ ബിരിയാണിയും എത്തി. ആ പാത്രം തുറന്നപ്പോഴേ കൊതിപ്പിക്കുന്ന ഒരു ഗന്ധം അവിടെ പരന്നു. ആ ബിരിയാണിയെക്കുറിച്ച് കൂടുതലൊന്നും വിവരിക്കുന്നില്ല. റഹ്മത്തിൻ്റെ രുചികരമായ ബിരിയാണിയും കഴിച്ച് അവസാനം ഒരു സുലൈമാനി കൂടി കുടിച്ച് ഞങ്ങളവിടെ നിന്നിറങ്ങി. ഇത് പുതിയറ പ്രദേശമാണ്, SK പൊറ്റക്കാടിൻ്റെ പ്രദേശം. ഇത് അവിടുത്തെ ജയിലാണ്, കോഴിക്കോട് ജില്ലാ ജയിൽ. ജയിൽ റോഡിലൂടെ യാത്ര ചെയ്ത് പാളയത്തേക്കെത്തി. പാളയം പഴയ കണ്ണൂർ റോഡായിരുന്ന അല്ലെങ്കിൽ പഴയ നാഷണൽ ഹൈവേയിലെ ഒരു പ്രധാന ജംഗ്ഷനാണ്. പണ്ട് സാമൂതിരിയുടെ സൈന്യത്തിൻ്റെ പടപ്പാളയം ഇവിടെയായിരുന്നു അത്രേ. പിന്നെ എത്തുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലേക്കാണ്. 1888 ജനുവരി 2-ാം തീയതി പ്രവർത്തനം ആരംഭിച്ച റെയിൽവേ സ്റ്റേഷനാണ് കോഴിക്കോട്ടേത്. അടുത്തതായി എത്തുന്നത് വലിയങ്ങാടിയിലേക്കാണ്. ചരിത്രമുറങ്ങുന്ന വലിയങ്ങാടി. ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് ഏതാണ്ടൊക്കെ വിജനമാണ് വലിയങ്ങാടി. കുറച്ച് ലോറികൾ ചരക്കിറക്കാൻ വേണ്ടി വന്ന് കാത്തു കിടക്കുന്നുണ്ട്. ഇന്നിവിടെ കാണുന്നത് കുറേയേറെ പ്രാവുകളെയാണ്. ധാന്യമണികൾ കൊത്തിത്തിന്നാൻ വന്ന ഞായറാഴ്ചയുടെ സൗകര്യം ആസ്വദിക്കുന്ന പ്രാവുകൾ. ഈ അങ്ങാടിക്ക് വലിയൊരു ചരിത്രമുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഹോൾസെയിൽ മാർക്കറ്റാണ് നമ്മളിന്ന് കാണുന്ന ഈ വലിയങ്ങാടി. പണ്ട് സാമൂതിരിയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന തുറമുഖത്തോട് ചേർന്നായിരുന്നു ഈ അങ്ങാടി ഉണ്ടായിരുന്നത്. സുഗന്ധദ്രവ്യങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒരു കച്ചവട പ്രദേശമായിരുന്നു ഈ വലിയങ്ങാടി. തുറമുഖത്തടുപ്പിക്കുന്ന വിദേശ കപ്പലുകളിൽ നിന്നുള്ള ചരക്ക് ഈ അങ്ങാടിയിൽ വ്യാപാരം നടത്തിയിരുന്നതായി ചരിത്രരേഖകളുണ്ട്. കോഴിക്കോട് തുറമുഖത്ത് വ്യാപാരത്തിനെത്തിയ ഗുജറാത്തികൾ വളരെ ബുദ്ധിപൂർവ്വമുള്ള ബിസിനസ് തന്ത്രങ്ങൾക്കും വിശ്വാസ്യതയ്ക്കും പ്രശസ്തരായിരുന്നു. ഇവരുടെ ബിസിനസ് രീതികളിലും കഠിനാധ്വാനത്തിലും ആകൃഷ്ടരായ സാമൂതിരി
ഇപ്പോഴത്തെ ഈ വലിയങ്ങാടിയിൽ അവർക്കായി പ്രത്യേക സ്ഥലം അനുവദിച്ച് നൽകുകയുണ്ടായി. പിന്നീട് ഗുജറാത്തി കുടുംബങ്ങൾ ഇവിടെ വന്ന് താമസിക്കുകയും ഇവിടുത്തെ ചെറിയ വീടുകൾ ചെറിയ ബിസിനസ് ഹബ്ബുകളായി വികസിക്കുകയും ചെയ്തു. ഇന്നും ആ ഗുജറാത്തി സ്ട്രീറ്റുകൾ ഈ വലിയങ്ങാടിയുടെ സമീപത്തായിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ കളക്ടറായിരുന്ന ഹെൻറി വാലന്റൈൻ കൊണോലിയാണ് ഇന്ന് കാണുന്ന വിധത്തിൽ മാർക്കറ്റിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിച്ചത്. കടകളുടെ മേൽക്കൂരകളൊക്കെ ഓടിട്ടതും മാർക്കറ്റിൻ്റെ കവാടത്തിൽ വലിയൊരു ആർച്ച് സ്ഥാപിച്ചതും ഒക്കെ അദ്ദേഹമാണ്. അനവധി തൊഴിലാളികളും കച്ചവടക്കാരുമാണ് ഈ മാർക്കറ്റിനെ ഉപജീവിച്ച് കഴിയുന്നത്. നിരവധി സിനിമകൾക്കും പശ്ചാത്തലമായിട്ടുണ്ട് ഈ വലിയങ്ങാടി. അങ്ങാടിയും അലിബായും പോലുള്ള നിരവധി സിനിമകൾ. അവിടവും പിന്നിട്ട് നമ്മൾ ഓടിയെത്തുന്നത് മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ആസ്ഥാനത്തിന് മുന്നിലേക്കാണ്. 1923 മാർച്ച് 18 ജന്മമെടുത്ത പത്രം. കേരളത്തിൻ്റെ പത്രമുത്തശ്ശിമാരിൽ ഒരാൾ. സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന KP കേശവമേനോനായിരുന്നു ആദ്യത്തെ പത്രാധിപർ. മാതൃഭൂമി പിന്നിട്ട് നമ്മൾ ബീച്ച് ഏരിയയിലേക്ക് വീണ്ടും എത്തുകയാണ്. ഈ ബീച്ചിലും പ്രാധാന്യമുള്ള ചില കാഴ്ചകളുണ്ട്. ഇവിടുത്തെ കെട്ടിടങ്ങളും പള്ളികളും അമ്പലങ്ങളും കുളങ്ങളും മാത്രമല്ല ചരിത്രം പേർ നിൽക്കുന്നത്. ഇവിടുത്തെ ശ്മശാനങ്ങൾക്ക് പോലും ചരിത്രമുണ്ട്. ഇത് കണ്ണംപറമ്പ് ശ്മശാനം. 10,000-കണക്കിന് ആളുകൾ അന്ത്യനിദ്ര കൊള്ളുന്ന ഒരു ഖബർസ്ഥാൻ. പൂർവികരെ സ്മരിക്കാൻ ശ്മശാനത്തിലെത്തിയ പലരെയും അവിടെ കണ്ടു. ഈ കണ്ണംപറമ്പ് ശ്മശാനത്തിൻ്റെ കഥ തുടങ്ങിയത് എവിടുന്നാണെന്നറിയോ? 1858 കോഴിക്കോട്ട് നഗരത്തിലാകെ കോളറ പടർന്നു പിടിച്ചു. 1000-കണക്കിന് ആളുകൾ മരിച്ചു വീണു. മുസ്ലിം സമുദായത്തിൽ നിന്നുമായിരുന്നു ഏറ്റവും അധികം ആളുകൾ മരിച്ചത്. 100-കണക്കിന് മയ്യത്തുകൾ അടക്കാൻ പള്ളികളിലെ ഖബർസ്ഥാനുകൾ മതിയാകാതെ വന്നപ്പോൾ മലബാർ മജിസ്ട്രേറ്റ് ഒരു ഉത്തരവിറക്കി. 1859 മാപ്പിളമാർക്കുള്ളൊരു ശ്മശാനമായി കണ്ണംപറമ്പിനെ കണ്ടെത്തി. കണ്ണംപറമ്പ് ജമാഅത്തിൻ്റെ ഭാരവാഹികളാണിവർ. പ്രസിഡന്റ് AP അഹമ്മദ് കോയ, ജനറൽ സെക്രട്ടറി സക്കീർ ഹുസൈൻ, ട്രഷറർ TP കുഞ്ഞാദു. ഞങ്ങൾ നടക്കുന്നത് ഏറ്റവും അടുത്ത കാലത്ത് ആളുകളെ സംസ്കരിച്ച പ്രദേശത്തേക്കാണ്. ഈ ദിവസങ്ങളിൽ സംസ്കാരം നടന്ന ചില ഖബറിടങ്ങളാണ് ഈ കാണുന്നതൊക്കെ. എല്ലാ ദിവസവും 2-3 ഖബറടക്കം ഇവിടെ നടക്കാറുണ്ട്. അടുത്ത ആൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഖബറിടവും ഇവിടെ കാണാം. സക്കീർ ഹുസൈൻ എനിക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മാമുക്കോയുടെ ഖബറിടമാണ്. സിനിമാ നടൻ മാമുക്കോയെ സംസ്കരിച്ചത് ഇവിടെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മാമുക്കോയ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അബ്ദുറഹ്മാൻ സാഹിബ്, PM അബൂബക്കർ, E മൗദു മൗലവി, NP അബു സാഹിബ്, NP മുഹമ്മദ്, NP അബു. ഇദ്ദേഹമാണ് കണ്ണംപറമ്പ് ജമാഅത്ത് പള്ളി പ്രസിഡന്റ് AP അഹമ്മദ് കോയ. 1850-കളിലെ കോളറ ശമിച്ചതോടുകൂടി ഈ ശ്മശാനം വീണ്ടും ഉപേക്ഷിക്കപ്പെട്ടു. അനാഥ ശവങ്ങൾ മാത്രം അടക്കുന്ന ഒരു പ്രദേശമായിട്ട് ഇത് മാറി. 1890-ൽ വീണ്ടും കോളറ ഇവിടെ പടർന്നു പിടിച്ചു. അപ്പോഴാണ് വീണ്ടും കണ്ണംപറമ്പ് ശ്മശാനത്തിലേക്ക് മൃതദേഹങ്ങൾ ഒഴുകിയെത്തി തുടങ്ങിയത്. 1901-ൽ നഗരമധ്യത്തിലെ പള്ളികളിൽ ഖബറടക്കം നിരോധിച്ചതോടെ കണ്ണംപറമ്പ് നഗരത്തിലെ പ്രധാന ശ്മശാനമായി മാറി. വീണ്ടും ഒരിക്കൽ കൂടി ബീച്ചിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് കോഴിക്കോട് എന്ന പേര് എന്ന സ്ഥലനാമം എങ്ങനെ ഉണ്ടായി എന്നാണ്. അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും നിലവിലുണ്ട്. കോ എന്നാൽ കോട്ടയെന്നും, അഴി എന്നാൽ അഴിമുഖമെന്നും, കോടെന്നാൽ നാട് എന്നുമാണ് അർത്ഥം. ഈ 3 വാക്കുകളും ചേരുമ്പോൾ കോഴിക്കോട് എന്നാവും. അതല്ല, കോയിൽ അഥവാ കൊട്ടാരം, കോട്ട എന്നീ വാക്കുകളിൽ നിന്നാണ് കോഴിക്കോട് ഉണ്ടായത് എന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കാലിക്കറ്റ് എന്ന പേരിനെ പറ്റിയും 2 അഭിപ്രായമുണ്ട്. കോഴിക്കോട്ടെ പഴയകാലത്തെ പ്രസിദ്ധമായിരുന്ന പരുത്തി തുണിയെ അറബികൾ കാലിക്കോ എന്നാണ് വിളിച്ചിരുന്നത്. കാലിക്കോ ലഭിക്കുന്ന സ്ഥലം കാലിക്കൂത്ത് ആയി എന്നും ബ്രിട്ടീഷുകാർ അതിനെ പരിഷ്കരിച്ച് കാലിക്കറ്റ് എന്നാക്കി മാറ്റി എന്നുമാണ് ഒരു വിശ്വാസം. ടിപ്പു സുൽത്താൻ മലബാർ കീഴടക്കി കോഴിക്കോടിൻ്റെ പേര് ഫറൂഖാബാദ് എന്നാക്കി മാറ്റി. എന്നാൽ അത് അധികാലം നിന്നില്ല. ഫറൂഖാബാദ് പിന്നീട് ഫറോക്ക് എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. കോഴിക്കോടിൻ്റെ ഒരു ഭാഗം ഇപ്പോഴും ഫറൂഖ് എന്നാണല്ലോ അറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ യാത്ര ചെയ്ത് കോഴിക്കോട് തളി ക്ഷേത്രത്തിന് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ്. നേരെ മുന്നിൽ കാണുന്നതാണ് തളി ശിവക്ഷേത്രം. 1500 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിക്കപ്പെട്ടത്. കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ മുഖ്യ ക്ഷേത്രങ്ങളിലൊന്നാണിത്. കേരളത്തിലെ ശിവക്ഷേത്രങ്ങളെയും അവയോടനുബന്ധിച്ചുള്ള സഭയെയുമാണ് പൊതുവെ തളി എന്ന് വിളിക്കുന്നത്. സ്ഥലദേവത എന്നർത്ഥമുള്ള സ്ഥലി എന്ന സംസ്കൃത വാക്കിൻ്റെ മലയാളമാണ് തളി. ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്തായി അതിവിശാലമായ ഒരു ക്ഷേത്രക്കുളമുണ്ട്. ഇത് അടുത്ത കാലത്ത് ഒന്ന് നവീകരിക്കുകയുണ്ടായി. നവീകരിക്കുക എന്ന് പറഞ്ഞാൽ പുരാതന ഭാവത്തോടെ കലാപരമായി ഭംഗിയായി പുനഃസൃഷ്ടിച്ചു. അതിന് സമീപത്ത് തന്നെ ആ കാണുന്ന കെട്ടിടമാണ് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂള്. പണ്ട് സാമൂരിൻസ് കോളേജായിരുന്നു, ഇപ്പോൾ അത് ഹയർ സെക്കൻഡറി സ്കൂളായി.
ക്ഷേത്രക്കുളത്തിൻ്റെ സമീപത്തായിട്ട് നിരവധി റിലീഫ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അത് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെ പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ്. സാമൂതിരിയും ക്ഷേത്രവുമായ ബന്ധങ്ങളും ക്ഷേത്രത്തിലെ നിരവധിയായ ആഘോഷങ്ങളും ആചാരങ്ങളും എല്ലാമാണ് അവിടെ പ്രതീകവൽക്കരിച്ചിരിക്കുന്നത്. ക്ഷേത്രക്കുളത്തിന് ചുറ്റുമുള്ള പടവുകളും കുളിപ്പുരകളും ഒക്കെ അടുത്ത കാലത്ത് നവീകരിച്ചതാണ്. കുളത്തിൻ്റെ പടിഞ്ഞാറേക്കരയിൽ കാണുന്നത് ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യം നിറഞ്ഞൊരു കാലത്ത്, അതായത് 15-ാം നൂറ്റാണ്ടിൽ സാമൂതിരി രാജാവായിരുന്ന മാനവിക്രമൻ്റെ അധ്യക്ഷതയിൽ നടത്തി വന്നിരുന്ന തർക്കശാസ്ത്ര സദസ്സാണ് രേവതി പട്ടത്താനം എന്നറിയപ്പെടുന്നത്. തുലാമാസത്തിലെ രേവതി നാളിൽ ആരംഭിച്ച് തിരുവാതിര നാളിൽ ഇത് അവസാനിക്കും. മീമാംസാ പണ്ഡിതനായിരുന്ന കുമാരില ഭട്ടൻ്റെ സ്മരണയിലുള്ള ചടങ്ങായതുകൊണ്ടാണ് ഭട്ടസ്ഥാനം എന്ന് പേര് നൽകിയത്. സംസ്കൃത വാക്കായ അത് പറഞ്ഞ് പട്ടത്താനമായി മാറി. നാരായണീയത്തിൻ്റെ രചയിതാവായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി രേവതി പട്ടത്താനത്തിലൊക്കെ ആദരിക്കപ്പെട്ടതായി ചരിത്രരേഖകളിലുണ്ട്. 1934 പഴയ പ്രതാപത്തിലുള്ള പട്ടത്താനം അവസാനമായിട്ട് ഇവിടെ നടന്നത്. ക്ഷേത്രക്കുളവും അതിൻ്റെ പരിസരവും ഒക്കെ നവീകരണത്തിന് ശേഷം അതിമനോഹരമായൊരു പ്രദേശമായി മാറിയിട്ടുണ്ട്. കറണ്ട് കമ്പുകളും പോസ്റ്ററും ബാനറും ഒന്നും ഇല്ലാതെ കോഴിക്കോട് നഗരം മൊത്തത്തിൽ ഇങ്ങനെ ആയാൽ എത്ര ഗംഭീരമായിരിക്കും. ഏറെ ചരിത്രവും പാരമ്പര്യവും പുരാനിർമ്മിതികളും ഒക്കെയുള്ള നഗരമാണ് കോഴിക്കോടെങ്കിലും ഇതുപോലെ അപൂർവം ചില സ്ഥലങ്ങൾ മാത്രമേ കലാപരമായും ഭംഗിയായും സംരക്ഷിക്കുന്നുള്ളൂ. കോഴിക്കോടിൻ്റെ ചരിത്രത്തിൻ്റെ കാഴ്ചകളിൽ നിന്ന് ഇനി വർത്തമാനകാലത്തെ ചില അത്ഭുതങ്ങളിലേക്കാണ് യാത്ര പോകുന്നത്. നമുക്ക് കാക്കഞ്ചേരിയിലെത്തണം. കാക്കഞ്ചേരി മലപ്പുറം ജില്ലയിലാണ്, കോഴിക്കോടിന് ചേർന്ന് കിടക്കുന്ന ഭാഗം. അവിടുത്തെ കിൻഫ്ര ഫുഡ് പ്രോസസ്സിംഗ് പാർക്കിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നിരവധി നൂതന വ്യവസായശാലകൾ പ്രവർത്തിക്കുന്ന കിൻഫ്രയുടെ ഒരു പാർക്ക്. കേരളം വ്യവസായത്തിന് അനുകൂലമല്ലെന്ന് നമ്മൾ പലപ്പോഴും പരിതപിക്കുമ്പോഴും അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന നിരവധി പ്രസ്ഥാനങ്ങൾ ഇവിടെയുണ്ട്. അത്തരത്തിലൊന്നിലേക്കാണ് നമ്മളിപ്പോൾ എത്തുന്നത്. കോഴിക്കോടൻസ് അഗ്രോ ഫുഡ്സ് ആൻഡ് എക്സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ 3 സഹോദരന്മാരാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ സാരഥികൾ. ഹാരിസ്, ജാഫർ, ഫൈജു. നമ്മുടെ ബനാന ചിപ്സ്, മിക്സർ, കേരള മിക്സർ, എക്സ്ട്രോട്ട് മിക്സർ ഐറ്റം കൂടുതൽ പോകുന്നുണ്ട്. പിന്നെ പൊറോട്ട, ഉന്നക്കായ്, പയനിറച്ചത്, മലബാർ ഐറ്റം. ഇത് മൂത്ത സഹോദരൻ ഹാരിസ്. തേങ്ങ ചിരണ്ടിയത് പോകുന്നുണ്ട്, തേങ്ങ കട്ടാക്കിയിട്ട് പീസായിട്ട് പോകുന്നുണ്ട്. ജാഫർ പറയുന്നത് ഇവരുടെ ബനാന ചിപ്സും ഉന്നക്കായും പൊറോട്ടയും ഒക്കെ അമേരിക്കയിലെ വമ്പനൊരു കമ്പനി വിതരണത്തിനെടുത്തിരിക്കുന്ന കഥയാണ്. കേരളത്തിൽ സംരംഭങ്ങൾ ആരംഭിക്കാനും അത് വിജയിപ്പിക്കാനും വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നിടത്താണ് ചെറിയ ചിപ്സ് കടയിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് ലോകത്തിൻ്റെ വിപണിയിലേക്ക് കേരളത്തിൻ്റെ വിഭവങ്ങൾ എത്തിക്കുന്ന ഈ സംരംഭകരുടെ കഥ പ്രസക്തമാകുന്നത്. 3 സഹോദരന്മാർ ചേർന്ന് കേരളത്തിൻ്റെ തനതായ ഭക്ഷ്യവിഭവങ്ങൾ ലോക മാർക്കറ്റിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വിജയകഥ കൂടി നമുക്കൊന്ന് കേൾക്കേണ്ടതുണ്ട്. കിൻഫ്ര ഫുഡ് പ്രോസസ്സിംഗ് പാർക്കിലെ വലിയൊരു ഫാക്ടറിയിലാണ് ഇവരുടെ ഭക്ഷ്യോൽപ്പന്നങ്ങളെല്ലാം നിർമ്മിക്കപ്പെടുന്നത്. ഇവിടെ ബനാന ചിപ്സ് ഉണ്ടാക്കുന്ന പ്രോസസ്സിലാണ്. നമ്മുടെ നാടൻ കടകളിൽ എങ്ങനെ ഉണ്ടാക്കുന്നു അതേ മട്ടിൽ കൈകൊണ്ട് തന്നെ ഇരിഞ്ഞെടുത്ത് തൊലി കളഞ്ഞ് അതിനെ കഷണങ്ങളാക്കി കഴുകിയെടുക്കുന്നു. 4 തവണ വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടുവെക്കും. പിന്നീടാണ് ഇത് വറുക്കാനായി കൊണ്ടുപോകുന്നത്. ഇവരുടെ ഫാക്ടറി പൂർണ്ണമായും മെക്കനൈസ്ഡ് ഒന്നുമല്ല. ധാരാളം ജീവനക്കാരെ നിയമിച്ച് പരമ്പരാഗത രീതിയിൽ ആണ് അരിഞ്ഞ് കഴുകി വറുത്തെടുക്കുന്ന പ്രോസസ്സെല്ലാം നടക്കുന്നത്. ഇവരുടെ പിതാവ് അലിക്കോയ മണലോടി പണ്ട് മുതൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ബനാന ചിപ്സ് വറുത്തെടുത്തിരുന്ന അതേ ശൈലിയിലാണ് ഇന്നും ഉണ്ടാക്കുന്നത്. അമേരിക്ക ഉൾപ്പെടെ പല വികസിത നാടുകളിലേക്ക് ഇത് കയറ്റി അയക്കേണ്ടതുള്ളതുകൊണ്ട് ഇതിൻ്റെ ഗുണനിലവാരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇവർ തയ്യാറില്ല. മറ്റൊരു ഭാഗത്ത് കോഴിക്കോടൻ ഹലുവയുടെ നിർമ്മാണം നടക്കുകയാണ്. ഇന്ന് ഒരു അവധി ദിവസമാണ്, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ജീവനക്കാരെ ഇന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പൈനാപ്പിൾ ഹലുവയാണ്. ഗുണനിലവാരത്തിൽ ഒരു കോംപ്രമൈസും വരാതിരിക്കാൻ വേണ്ടി ചെറിയ ക്വാണ്ടിറ്റിയിലാണ് പലതും ഉണ്ടാക്കുന്നത്. നമ്മുടെ നാടൻ പൊറോട്ടയാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, മലബാർ പൊറോട്ട. ഇത് കേരളത്തിൽ വിളമ്പാനുള്ളതല്ല, അമേരിക്കയിലെയും യൂറോപ്പിലെയും കിഴക്കനേഷ്യയിലെയും ആളുകൾക്ക് കഴിക്കാൻ വേണ്ടി ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അടുത്ത ദിവസങ്ങളിൽ കപ്പൽ കയറും. അതിസാധാരണമായ ചുറ്റുപാടിൽ നിന്ന് ഒരു ചെറുകിട ചിപ്സ് വിൽപ്പനക്കാരിൽ നിന്ന് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയുടെ ഉടമകളായി തീർന്ന ചെറുപ്പക്കാരുടെ കഥ ഞാൻ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പ്രതിഭാശാലികളായ നിരവധി ചെറുപ്പക്കാരെ ഇത് പ്രചോദിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കേരളത്തിൽ വലിയ വെല്ലുവിളികളുണ്ടെന്ന് തന്നെയാണ് നമ്മൾ നിരന്തരം ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഒരു സംരംഭം ആരംഭിക്കരുതെന്നും പലരും ഉപദേശിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ പ്രതിസന്ധികളെ അതിജീവിച്ച് വിജയം കൊയ്തവരുടെ കഥയാണ് ഈ കാണുന്നത്. കിൻഫ്ര പോലുള്ള പാർക്കുകളിൽ ഇത്തരത്തിൽ എത്രയെത്ര വ്യവസായങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ പ്രതിസന്ധികളില്ലെന്നല്ല, ഇത്തരം സ്ഥാപനം നടത്താൻ നിരവധി പ്രതിസന്ധികളുണ്ട്.
ആ പ്രതിസന്ധികളെയും അതിജീവിച്ച് വിജയം കൊയ്യുന്ന നിരവധി ആളുകളും കേരളത്തിലുണ്ട് എന്നുകൂടെ നമ്മൾ ഓർക്കണം. അവർക്കതിനുള്ള തന്ത്രങ്ങളുണ്ട്, അതിന് കഠിനാധ്വാനം ചെയ്യാൻ അവർക്ക് മനസ്സുണ്ട്. നമ്മൾ പ്രതിസന്ധികളെ പഴിക്കുകയല്ല വേണ്ടത്, അവസരങ്ങളെ കണ്ടെത്തുകയാണ് വേണ്ടത്. ലോകത്തിൻ്റെ വിപണിയിലേക്ക് കോഴിക്കോടിൻ്റെ രുചി വൈവിധ്യങ്ങൾ കയറിപ്പോകുന്ന കാഴ്ച എത്ര രസകരമാണ്. ഇത് നമ്മുടെ പുതിയ തലമുറയെ ചെറുപ്പക്കാർക്ക്, കേരളത്തിൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലെന്ന് കരുതുന്നവർക്ക് ഒരു പ്രചോദനമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ നാടൻ വാഴക്ക ചിപ്സും ചക്ക ചിപ്സും പരിപ്പുവടയും ഉന്നക്കായും മിക്സ്ചറും പൊറോട്ടയും പഴം നിറച്ചതും തേങ്ങ ചിരണ്ടിയതും ഒക്കെയാണ് ഈ പാക്കറ്റുകളിൽ നിരന്നിരിക്കുന്നത്. ഇതൊക്കെ ഉടൻ തന്നെ കപ്പൽ കയറി വിദേശ രാജ്യങ്ങളിലേക്ക് പോകും. അതുവരെ ഇത് സൂക്ഷിക്കുന്നത് ഈ സ്റ്റോറേജിലാണ്. -40 ഡിഗ്രിയിൽ തണുപ്പിച്ച ശേഷം പിന്നീട് കണ്ടെയ്നറുകളിൽ -18 ഡിഗ്രിയിൽ തണുപ്പിച്ചാണ് കപ്പലിൽ കയറ്റി അയക്കുന്നത്. തണുപ്പിച്ച കണ്ടെയ്നറുകളിലാണ് അത് കപ്പലിലും യാത്ര ചെയ്യുന്നത്. ഇത്തരം ഗംഭീര പാക്കറ്റുകളിലാണ് നമ്മുടെ പൊറോട്ട വിദേശയാത്ര നടത്താൻ പോകുന്നത്. നമ്മുടെ പരിപ്പുവടയാണ് മറ്റൊരു കൂട്ടിലിരിക്കുന്നത്. കൂടാതെ തേങ്ങ ചിരണ്ടിയത് കൂട്ടിലാക്കി യൂറോപ്പിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്നു. നമുക്ക് തീരെ വിലയില്ലാതിരുന്ന പലതുമാണ് ഇന്ന് ഇവർ ലോക വിപണിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. റോക്കറ്റ് ടെക്നോളജി ഒന്നും വേണമെന്നില്ല. നമുക്ക് ചുറ്റുമുള്ള നിസാര ഉൽപ്പന്നങ്ങൾ പോലും ലോക വിപണിയിൽ എത്തിച്ച് കാശുണ്ടാക്കാമെന്ന് തെളിയിച്ച 3 സഹോദരന്മാരാണ് ഇരിക്കുന്നത്. മലയാളി ചെറുപ്പക്കാർക്ക് പ്രചോദനം നൽകുന്ന ഈ കഥ കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് തോന്നി. അവരുടെ ഫാക്ടറിയിൽ നിന്നിറങ്ങി കേരള സ്റ്റോറിക്ക് വേണ്ടിയുള്ള യാത്ര തുടരുകയാണ്.